ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിശ്ചയം മുടങ്ങി വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സുഭാഷിനോട് ചാന്ദിനിയെ കല്യാണം കഴിക്കുമോ എന്ന് അവിനാശി ചോദിക്കുകയും ചാന്ദിനി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയുമാണ്. ചാന്ദിനിക്ക് തന്നെ ഇഷ്ടമാണെന്നും താനും ചാന്ദിനിയെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള സത്യം സുഭാഷും തിരിച്ചറിയുന്നു. തുടർന്ന് ചാന്ദിനിയും സുഭാഷും പ്രണയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അവിനാശ്. ശേഷം സുഭാഷ് വളരെ സന്തോഷത്തോടുകൂടി ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർത്ത് കിളിക്കൂട്ടിലേക്ക് മടങ്ങി വരികയാണ്. രാത്രിയായിട്ടും സുഭാഷിനെ കാണാതെ ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നികേഷ് എന്തു പറ്റിയിടാന്ന് ചോദിച്ച് സുധീഷ് അവിടേക്ക് വരുമ്പോൾ നികേഷ് പറയാണ്, സുഭാഷ് ഏട്ടൻ പോയിട്ട് ഒരുപാട് നേരമായില്ലേ, ഇതുവരെ വന്നില്ല. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന നിധി പറയുകയാണ്, വന്ന ഉടനെ സുഭാഷ് ഏട്ടനെ ചോദ്യം ചെയ്യുകയല്ലായിരുന്നോ സുധീഷും ഹരീഷും കൂടി. സുഭാഷ് ഏട്ടൻ അപ്സെറ്റ് ആയി പോയി. അപ്പൊ സുധീഷ് പറയണ, നിധി ചോദിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു, എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ചൊരു തീരുമാനം എടുത്തേ? ഇതാണ് കാര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് നിശ്ചയം വരെ പോകില്ലായിരുന്നല്ലോ. ഇത് കേട്ട് നിധി പറയണ, ശരി അത് വിട്, നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. സുഭാഷ് ഏട്ടൻ ഇവിടെ വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് ആരും സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് സുധീഷ് മോളുമ്പോൾ ടെൻഷനോടുകൂടി അവിടേക്ക് വന്നിരിക്കുകയാണ് ഹരീഷ്. ടെൻഷനോടുകൂടി ഇരിക്കുന്ന നികേഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് ചോദിക്കുന്നു, നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുക. അടുത്ത കാലത്ത് സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ല. നമുക്ക് ഇത്രയും വിഷമാവുന്നുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടന്റെ അവസ്ഥ എന്താകും? അപ്പൊ സുധീഷ് പറയണ, എന്താ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടൻ പഴയതുപോലെ ആകണം. അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ വേണം സുഭാഷ് ഏട്ടന്റെ കൂടെ നിന്ന് നോർമലാക്കാൻ. ഇത് കേട്ട് നിധി പറയണ, ഇപ്പൊ പറഞ്ഞില്ലേ, ഇതാണ് കറക്റ്റ്. നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ സുഭാഷ് ഏട്ടന്റെ കൂടെ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്നത് പോലെ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. സാഹചര്യം കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, സുഭാഷ് ഏട്ടൻ ഇവിടെ വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് ആരും സംസാരിക്കാൻ പാടില്ല. സുഭാഷ് ഏട്ടനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണം. അത് തന്നെ സുഭാഷ് ഏട്ടനെ പകുതി ശരിയാക്കും. ഈ സമയം സുഭാഷ് വീട്ടിലേക്ക് വരികയാണ്. ജനലിലൂടെ സുഭാഷിനെ കാണുന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ വന്നു. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആലോചിച്ച് അകത്തേക്ക് കയറി വരികയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, എടാ സുഭാഷ് ഏട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ചിരിച്ചോണ്ട് വരുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടനെ പോലെയാണോ സുഭാഷ് ഏട്ടൻ? അങ്ങനെയൊന്നും ചെയ്യില്ല, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണം, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനിയും പുതിയൊരു വഴക്കിന് തുടക്കം കുറിക്കണ്ട. പുഞ്ചിരിച്ച അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ? എല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സുഭാഷ് അവിടേക്കിരുന്ന് ചാന്ദിനിയെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച് കുനിങ്ങിരിക്കുന്ന സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് സുധീഷും നിധിയും ഹരീഷും നികേഷും എല്ലാം. അവർ സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ്, വിഷമിച്ചു വരുമെന്ന് വിചാരിച്ചപ്പോൾ ചിരിച്ചോണ്ട് വരുന്നു. അങ്ങനെ സുധീഷ് ചോദിക്കാണ്, സുഭാഷ് ഏട്ടാ എന്താ ചിരിക്കുന്നേ? അപ്പൊ പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, ഒന്നുമില്ലടാ, ഒന്നുമില്ല. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും കഴിച്ചോ? ഇല്ല സുഭാഷ് ഏട്ടാ, ഇതുവരെ കഴിച്ചില്ല എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണം, അതെന്താ കഴിക്കത്തില്ലായിരുന്നോ? ഭക്ഷണം വാങ്ങിച്ചോണ്ട് വന്നതല്ലേ, എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യുകയായിരുന്നോ? എന്താടാ ഇത്? മോളെ നിധി, എല്ലാം എടുത്തു വെക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി പറയുന്നു, നികേഷ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വാ. സുധീഷ് ചോദിക്കണ, നിധി സുഭാഷ് ഏട്ടൻ എന്താ പറ്റിയത്? ഒന്ന് ചുമ്മാതിരിക്കും സുധീഷ് എന്ന് പറഞ്ഞ് നികേഷിനെ കൂട്ടി നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തു പറ്റി സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് സംശയത്തോടുകൂടി അവരുടെ പിന്നാലെ പോവുകയാണ് സുധീഷും ഹരീഷും. തുടർന്ന് നിധിയും സുധീഷും നികേഷും ഹരീഷും ഭക്ഷണമെല്ലാം എടുത്തു വെക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അവിടേക്ക് വന്നിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാനായി തുടങ്ങുന്ന സുഭാഷ് പറയുന്നു, എല്ലാം എടുത്തു വെച്ചോ, കഴിക്ക്. അങ്ങനെ സുഭാഷ് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, നല്ല വിശപ്പുണ്ട്, നിങ്ങൾ ഭക്ഷണം എടുത്ത് വെച്ച് കാണുമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നു. എന്താ എല്ലാരും എന്നെ നോക്കിയിരിക്കുന്നത്? കഴിക്ക്. ശരിയെന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പുഞ്ചിരിച്ച് ആലോചിച്ച് ഭക്ഷണം കഴിക്കുകയാണ് സുഭാഷ്. ഇത് കണ്ട് സുധീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് ശ്രദ്ധിക്കുന്നില്ല. സുധീഷ് ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു, എന്താടാ? അപ്പൊ സുധീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടൻ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടിരിക്കുക. അപ്പൊ നികേഷ് പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും സുഭാഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അതാ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ സുഭാഷ് ചോദിക്കണ, എന്താടാ ചിരിക്കാൻ പാടില്ലേ? അത് തന്നെ ഓർത്തിരിക്കണോ? നികേഷ് നീ മിണ്ടാതിരിക്കുന്ന നിധി പതിയെ പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടന് വിഷമമൊന്നുമില്ലേ? അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് ഒരു വിഷമവും ഇല്ലടാ സുധീഷേ, നടക്കേണ്ടത് നടന്നിരിക്കും, നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് എന്താകാനാ? പിന്നിലേക്ക് പോയി നടന്നതൊക്കെ മാറ്റാൻ പറ്റുമോ? അപ്പൊ സുധീഷ് മനസ്സിൽ പറയണ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സുഭാഷ് പറയുന്നു, ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലത് കിട്ടും. നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നു ചേരും, അതേപോലെ കരുതിയാ മതി. നടന്നതോർത്ത് വിഷമിക്കാതെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുക. ഇത് കിട്ടുമൂടി സുധീഷ് പറയുകയാണ്, ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞല്ലേ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയത്?
പിന്നെന്താ ഇത്രയും താമസിച്ചത്? അപ്പൊ സുധീഷ് പറയണ ഞാൻ അവിനാഷിന്റെ കൂടെ വീട്ടിൽ വരെ പോയി, അതാ ലേറ്റ് ആയത്. ഇത് കേട്ട് സുധീഷ് പറയുന്നു ഓ ശരി ശരി കഴിക്ക്. പുഞ്ചിരിച്ച് സുഭാഷ് ഓർക്കുകയാണ് അവിനാഷ് തന്നോട് ചോദിച്ചത് എന്റെ പെങ്ങളെ കല്യാണം കഴിക്കോ ഭയ്യ. സുഭാഷ് തിരിഞ്ഞ് ചാന്ദിനിയെ നോക്കിയപ്പോൾ ചാന്ദിനി നാണത്തോടു കൂടി പുഞ്ചിരിച്ച് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് ഓടിപ്പോയത് ഓർക്കുകയാണ്. തുടർന്ന് സുഭാഷ് ചിരിച്ചുകൊണ്ട് ആലോചിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം സുഭാഷിനെ ശ്രദ്ധിക്കുന്നു. തുടർന്ന് പാട്ടും കേട്ട് ഭാസ്കരൻ പുറത്തിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു അച്ഛൻ കഴിച്ചായിരുന്നോ? എന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു പാട്ടിന്റെ ശബ്ദം കുറയ്ക്ക്. ശബ്ദം കുറച്ച് ഭാസ്കരൻ ചോദിക്കുന്നു എന്താ അച്ഛൻ കഴിച്ചായിരുന്നോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞത്? സുഭാഷ് അകത്തേക്ക് പോയി ഭാസ്കരനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. ഭക്ഷണം വാങ്ങി അവിടേക്ക് വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ ശ്രദ്ധിക്കുകയാണ് ആലോചിച്ചിരിക്കുന്ന സുഭാഷിനെ. ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ നടന്നു തോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? നിനക്ക് മാത്രമല്ല ഈ ലോകത്ത് വിവാഹം നിശ്ചയം മുടങ്ങിയിട്ടുള്ളത്. ദൈവം ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു കാര്യം നിന്റെ ജീവിതത്തിൽ നടത്താൻ പോകുന്നു എന്നാണ് അർത്ഥം. മനസ്സിലാക്കിക്കോ. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു ശരി അച്ഛാ. അപ്പൊ ഭാസ്കരൻ പറയണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുടുംബം ശരിയല്ലാന്ന്. നീ കേട്ടില്ല, നിന്റെ ഇഷ്ടത്തിന് എല്ലാം അങ്ങ് തീരുമാനിച്ചു. അപ്പൊ സുഭാഷ് പറയണ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു, ഞാനത് നന്നായി മനസ്സിലാക്കിയില്ല. ഇനി പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞ് ഭാസ്കരൻ മദ്യം എടുത്ത് കുടിക്കുകയാണ്. സുഭാഷ് പറയുന്നു അച്ഛാ കഴിക്കാൻ ദോശ കൊണ്ട് തന്നിട്ടില്ലേ, അത് കഴിക്കത്തില്ലേ? അപ്പൊ ഭാസ്കരൻ പറയണ ഇതാടാ എന്റെ ഭക്ഷണം, നീ കൊണ്ടു തന്നത് സൈഡ് ഡിഷാ. അങ്ങനെ ഭാസ്കരൻ മദ്യപിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു എടാ നീ കുടിക്കുന്നോ? അപ്പൊ സുഭാഷ് പറയണ എനിക്കൊന്നും വേണ്ട. അതെന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ എനിക്കിതൊന്നും ശീലമില്ല, അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ. ഭാസ്കരൻ പറയുന്നു കുടിച്ചാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുവാടാ, നടന്നതെല്ലാം മറന്ന് ഉറങ്ങാം. അപ്പൊ സുഭാഷ് പറയണ എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നു, നല്ല ക്ഷീണം തോന്നുന്നു, കിടന്നാൽ ഉടനെ ഞാൻ ഉറങ്ങും. ഭാസ്കരൻ പറയണ നല്ലത് പറഞ്ഞാൽ ആര് കേൾക്കാനാ? പുഞ്ചിരിച്ച് സുഭാഷ് ഓർക്കുകയാണ് ചാന്ദിനി നാണത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കി നിന്നത്. സുഭാഷിനെ ശ്രദ്ധിക്കുന്ന ഭാസ്കരൻ സംശയത്തോടു കൂടി മനസ്സിൽ പറയുന്നു ഇവനെന്താ തനിച്ചിരുന്ന് ചിരിക്കുന്നത്, ഭ്രാന്തായോ? നടന്നതെല്ലാം മറന്നുപോയോ? അങ്ങനെ ഭാസ്കരൻ ഉറക്കെ ചോദിക്കുന്നു സുഭാഷേ നിന്റെ അനിയന്മാരോട് വേണമെങ്കിൽ പറയാം നിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇത് കേട്ട് സുഭാഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഭാസ്കരൻ പറയാണ് ഇവനെന്താ പറ്റിയത്? ഉറപ്പായി ഭ്രാന്ത് പിടിച്ചതാ, ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നല്ലോ, വട്ട് തന്നെയാ ഇത്. നീ കുടിക്കുന്നോ? അപ്പൊ സുഭാഷ് പറയണ എനിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നാൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും, ഞാൻ പോവാ, അച്ഛൻ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഇവൻ എന്താ പറ്റിയത്, ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നല്ലോ, എന്തെങ്കിലും ആവട്ടെ. തുടർന്ന് സുധീഷ് ഫോണിൽ നോക്കിക്കൊണ്ട് ഹോളിലിരിക്കുമ്പോൾ റൂമിലൂടെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നിധി. രാത്രി സുഭാഷ് വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ പുഞ്ചിരിച്ച് ആലോചിച്ചിരുന്നത് ഓർക്കുകയാണ് നിധി. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ് എന്തോ ഉണ്ടല്ലോ, ഈ കാര്യം സുധീഷിനോട് പറഞ്ഞാലോ. അങ്ങനെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിധി സുധീഷിനെ വിളിക്കുകയാണ്. പാട്ട് കേട്ടിരിക്കുന്ന സുധീഷ് നിധി വിളിക്കുന്നത് കേൾക്കുന്നില്ല. നിധി ഉറക്കെ സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കി സുധീഷ് ചോദിക്കുന്നു എന്താ നിധി? അപ്പൊ നിധി പറയണ ഒരു മിനിറ്റ് അകത്തേക്ക് കയറുക. അപ്പൊ സുധീഷ് പറയണ നിധി എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ശരിക്കും കേട്ടില്ല. അപ്പൊ നിധി പറയണ ഒന്ന് അകത്തേക്ക് കയറി വരാനാ പറഞ്ഞത്. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു അകത്തേക്ക് കയറി വരാനോ? വാന്നും പറഞ്ഞ് നിധി റൂമിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് പറയണ അയ്യോ എന്നെ അകത്തേക്ക് വിളിക്കുന്നു, എന്തായിരിക്കും? ഒന്ന് നന്നായി ഒരുങ്ങിട്ട് അകത്തേക്ക് പോകാം. അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊക്കെ ചെയ്യുകയാണ് സുധീഷ്. സുധീഷ് വരുന്നത് കാത്ത് റൂമിൽ നിൽക്കുകയാണ് നിധി. കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന സുധീഷ് മനസ്സിൽ പറയണ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ സുധീഷ് പെർഫ്യൂം ഒക്കെ അടിക്കുകയാണ്. നിധി മനസ്സിൽ പറയണ ഇതെന്താ ആളെ കാണുന്നില്ലല്ലോ. അങ്ങനെ നിധി വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന സുധീഷിനെ കാണുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷേ എന്തായി ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ നിധി ഒരു മിനിറ്റ് ഇപ്പൊ വരാം. പെട്ടെന്ന് വാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു ധൃതി പിടിക്കുന്നല്ലോ, എന്തിനായിരിക്കും വിളിച്ചത്? ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ ഇന്ന് പ്രതീക്ഷിച്ചില്ല. സുധീഷേ നിന്റെ നല്ല സമയം തുടങ്ങിയടാ. അങ്ങനെ തുള്ളിച്ചാടി സുധീഷ് പതിയെ നിധിയുടെ റൂമിലേക്ക് പോവുകയാണ്. നിധി ചോദിക്കുന്നു സുധീഷേ ആ കഥ ഒന്ന് അടയ്ക്കുവോ? വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു എന്താ പറഞ്ഞ നിധി? അപ്പൊ നിധി പറയണ കഥ അടയ്ക്കാൻ സോറി ഞാൻ കേട്ടില്ലായിരുന്നു, ഇപ്പൊ അടയ്ക്കാന്ന് പറഞ്ഞ് സുധീഷ് വാതിലടയ്ക്കുകയാണ്. ശേഷം പുഞ്ചിരിച്ച് നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു പറയൂ നിധി. അപ്പൊ നിധി ചോദിക്കണ സുഭാഷേട്ടനെവിടെ? സുഭാഷേട്ടൻ പിന്നാമ്പുറത്ത് നിൽപ്പുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ ശരി അനിയന്മാരെവിടാ? സുധീഷ് പറയണ അവന്മാര് പുറത്ത് നിൽപ്പുണ്ട്. നിധി ചോദിക്കുന്നു നമ്മൾ രണ്ടുപേരും ഇവിടെ എന്ത് സംസാരിച്ചാലും പുറത്ത് കേൾക്കില്ലല്ലോ. സുധീഷ് മനസ്സിൽ പറയണ എന്റെ നല്ല കാലം തുടങ്ങി. നിധി ചോദിക്കണ സുധീഷ് ഇവിടെ പറയുന്നത് പുറത്ത് കേൾക്കില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ കേൾക്കില്ല നിധി, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, പതിയെ സംസാരിച്ചാലും കേൾക്കില്ല, ഉറക്കെ സംസാരിച്ചാലും കേൾക്കില്ല. ശരിയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് കഥക് തുറന്ന് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു, ഇനിയും മനസ്സ് തുറന്ന് ഉള്ളിലുള്ളത് പറയൂ നിധി. പറയൂന്ന് പറഞ്ഞ സുധീഷ് നേരെ ചെല്ലുമ്പോൾ നിധി പിന്നോട്ടേക്ക് മാറുകയാണ്. സുധീഷ് ചോദിക്കുന്നു എന്താ നിധി ഇങ്ങനെ പിന്നോട്ടേക്ക് പോകുന്നത്? സുധീഷ് എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നിധിയല്ലേ വിളിച്ചത്. അപ്പൊ നിധി ചോദിക്കണ ഞാൻ എപ്പോഴാ വിളിച്ചത്? അപ്പൊ സുധീഷ് പറയണ നിധി
നിധി വിളിച്ചിട്ടല്ലേ ഞാൻ അകത്തേക്ക് കയറി വന്നത്. അപ്പൊ നിധി പറയണ അകത്തേക്ക് കയറി വരാനല്ലേ പറഞ്ഞത്, എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ കഥ അടയ്ക്കാൻ പറഞ്ഞതോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണം നമ്മൾ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കണ്ടെന്ന് കരുതിയ കഥ അടയ്ക്കാൻ പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണം ഓ അങ്ങനെ, നമുക്ക് സംസാരിക്കാം. എന്തായാലും ഞാൻ അകത്തേക്ക് കയറി വന്നല്ലേ നിധി, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ സുധീഷ് ബെഡിലേക്ക് ഇരുന്നിട്ട് പറയുന്നു നിധി അവിടെ നിൽക്കാതെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കും. വാ നിധി വന്നിരിക്ക്. ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുകയാണ് നിധി. ഇത് കണ്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു, എഴുന്നേൽക്കാം. അങ്ങനെ അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് പറയണ ശരി നിധി നമുക്ക് നിന്നോണ്ട് സംസാരിക്കാം. നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് പറയണ നിധി എപ്പോഴും ഞാൻ നിധിയുടെ റൂമിന്റെ വാതിലിന്റെ അരികിലേക്ക് വന്നാൽ പോലും വഴക്ക് പറയാറുണ്ട്. അന്ന് ഞാൻ അകത്ത് കയറി വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ നിധി എന്തിനാ എന്നെ അകത്തേക്ക് വിളിച്ചത്? അപ്പൊ നിധി പറയണ എനിക്ക് സുധീഷിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ സുധീഷ് പറയണ പറയും നിധി, എന്താണെങ്കിലും നിധിക്ക് എന്നോട് പറയാം. നമുക്ക് രാത്രി മുഴുവൻ സമയമുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാം. അങ്ങനെ സുധീഷ് പുഞ്ചിരിച്ച് നാണത്തോടു കൂടി നിൽക്കുമ്പോൾ സംശയത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു എന്താ? സുധീഷ് പറയണ അല്ല ആദ്യമായിട്ട് എന്നെ നിധി റൂമിലേക്ക് ക്ഷണിച്ചിരിക്കുവല്ലേ, നാണം കൊണ്ട് എന്ത് സംസാരിക്കണം എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ച് നാണം കൂടുതലാ, എനിക്കിപ്പം ഭയങ്കര നാണം വരുന്നു, പിന്നെ ഞാൻ കുറച്ച് നെർവസ് ആണ്. അപ്പൊ നിധി പറയണ ഹലോ ഹലോ സുധീഷ് വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, ഞാൻ സുഭാഷിനെ കുറിച്ച് സംസാരിക്കാനാ സുധീഷിനെ ഇങ്ങോട്ട് വിളിച്ചത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു എന്ത് സുഭാഷിനെ കുറിച്ച് സംസാരിക്കാനോ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ ഈ റൂമിലിരുന്നോ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ ഇപ്പോഴോ? അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ് എന്റെ സുഭാഷേട്ടാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണല്ലോ. അപ്പൊ നിധി പറയുന്നു അന്നൊരു ജോത്സ്യൻ പറയുന്നത് കേട്ട് രാത്രിക്ക് രാത്രി ഈ വീട് വിട്ടുപോയ ആളാ സുഭാഷേട്ടൻ. സുഭാഷേട്ടൻ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മനസ്സിലായില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണം മനസ്സിലായില്ലേ? നല്ല വ്യക്തമായിട്ടല്ലേ സുധീഷ് ഞാൻ പറഞ്ഞത്. ഇന്ന് സുഭാഷേട്ടന്റെ നിശ്ചയം നടക്കേണ്ടതായിരുന്നു, അത് മുടങ്ങി. പക്ഷെ സുഭാഷേട്ടൻ സാധാരണ പോലല്ല, ചിരിക്കുന്നു, നന്നായി സംസാരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. ഇതെന്താ സുധീഷിന് മനസ്സിലാകാത്തത്? അപ്പൊ സുധീഷ് പറയണ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിധി പറയണ സുധീഷ് സുഭാഷേട്ടനെ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്നത്തെ പോലെ ആകരുത്. രാത്രി മുഴുവൻ ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കണം, മനസ്സിലായോ? സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി ഉറക്കെ ചോദിക്കുന്നു മനസ്സിലായോ എന്നാ ചോദിച്ചത്. തലയാട്ടി സുധീഷ് പറയുന്നു മനസ്സിലായി മനസ്സിലായി. നിധി പറയണ വീട് പൂട്ടി താക്കോൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഇവിടെ നടക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്കെന്തോ ടെൻഷൻ. തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. ഇന്ന് രാത്രി സുഭാഷേട്ടനെ നന്നായി നോക്കണം. ശരി നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ അതിനുവേണ്ടിയാ ഞാൻ വിളിച്ചത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ ശരിക്കും അതിനുവേണ്ടിയാണോ വിളിച്ചേ? അതേന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കണ പിന്നെന്തിനാ കഥ അടയ്ക്കാൻ പറഞ്ഞത്? പറഞ്ഞായിരുന്നല്ലോ സുഭാഷേട്ടനും എന്റെ അനിയന്മാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. ഓക്കെ അങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ സ്വപ്നം പോലെ ഉണ്ടല്ലോ സുധീഷേ, ഒരുപാട് പ്രതീക്ഷിച്ചു പോയല്ലേ. അങ്ങനെ സുധീഷ് ആലോചിച്ചേൽക്കുമ്പോൾ നിധി പറയുന്നു സുധീഷേ എന്താ? സുധീഷ് ചോദിക്കുന്നു പറയൂ നിധി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? സഹായം ചെയ്യണമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണം പറയൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിധി ചോദിക്കാണ് സുധീഷ് ഇവിടെ നിന്ന് പോകുമോ? ഇത് കേട്ട് വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു ഞാൻ പോകണല്ലേ? അപ്പൊ നിധി പറയണ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ സുധീഷ് ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ, കഥകും അടച്ചിട്ടിരിക്കുക, എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നില്ല. സുധീഷ് ചോദിക്കുന്നു കംഫർട്ടബിൾ അല്ലല്ലേ? ശരി ഞാൻ പോവാ. അപ്പൊ നിധി പറയണ ദയവ് ചെയ്ത് പോകൂ പ്ലീസ്. ശരി ഞാൻ പോവാ ബൈ എന്ന് പറഞ്ഞ് വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയാണ് എന്തിനാണോ കഥ കടച്ച് കുറ്റിയൊക്കെ ഇട്ട്. ശരി നിധി എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിധി ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ്. ഇത് കണ്ട് വിഷമത്തോടു കൂടി കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന സുധീഷ് പറയുകയാണ് ഇതിനായിരുന്നോ മുടിയൊക്കെ ചീകി പെർഫ്യൂം ഒക്കെ അടിച്ച് അങ്ങോട്ട് പോയത്? ഇങ്ങനെ തോറ്റോണ്ടേ ഇരിക്കുകയാണല്ലോടാ. തുടർന്ന് സുഭാഷ് കണ്ണടച്ച് കിടക്കുമ്പോൾ സുഭാഷിനെ തന്നെ നോക്കി കിടക്കുകയാണ് ഹരീഷും നികേഷും. അവരുടെ അരികിലേക്ക് വന്നിരുന്ന സുധീഷ് ഫോണിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ ശബ്ദം ഉണ്ടാക്കല്ലേ, സുഭാഷ് ഏട്ടൻ ഉറങ്ങട്ടെ. പാട്ട് ഓഫ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു ഇത്ര പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ? അപ്പൊ നികേഷ് പറയണ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുകയായിരിക്കും. അപ്പൊ സുധീഷ് പറയണ അതെ അതെ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുകയായിരിക്കും. അന്നും ഇതുപോലെ അല്ലായിരുന്നോ ഉറങ്ങുന്നതായി അഭിനയിച്ച് അടുത്ത രാത്രി വീട്ടിൽ നിന്നും ആരും അറിയാതെ പോയത്? സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നികേഷ് പതിയെ അരികിലേക്ക് ചെന്ന് കയ്യിൽ തട്ടി സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു എന്താടാ നീ ചെയ്യുന്നത്? അപ്പൊ നികേഷ് പറയണ സുധീഷ് ഏട്ടാ ഉണരുവാൻ നോക്കാം. മൂക്കിന്റെ അരികിലേക്ക് കൈവച്ച് ശ്വാസം ഉണ്ടോ എന്ന് നോക്കുകയാണ് നികേഷ്. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിങ്ങനെയാണോ നോക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഉറങ്ങുന്ന ആള് ശ്വാസം എടുക്കത്തില്ലേ? ഒന്ന് ബദരിയെ നികേഷ് പറയണ അത് ശരിയാണല്ലോ സോറി. സുധീഷ് പറയുന്നു ഇവന്റെ ഒരു കാര്യം നോക്ക്, നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട, കുറച്ചങ്ങോട്ടേക്ക് മാറി ഇരുന്ന് സംസാരിക്കാം. എന്തിനാ സുധീഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ മിണ്ടരുത് സുഭാഷ് ഏട്ടൻ കേൾക്കും. അങ്ങനെ അവർ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടൻ ഉറങ്ങിയില്ലോ എന്ന് അറിയില്ല. സുഭാഷ് ഏട്ടൻ ഉറങ്ങിയെന്ന് കരുതി നമ്മൾ ഉറങ്ങിയ സുഭാഷ് ഏട്ടൻ അന്ന് ചെയ്തതുപോലെ ചെയ്യും, നമ്മൾ അറിയാതെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ വേണം സൂക്ഷിക്കാൻ. അന്ന് സുഭാഷ് ഏട്ടൻ വിഷമിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കത്തെഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലേ?
അന്നത്തെ പോലെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. എല്ലാവരും ഉറങ്ങാതെ ഇരുന്ന് സുഭാഷേട്ടനെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? നികേഷ് പറയണ. സുധീഷേട്ടാ, അന്ന് സുഭാഷേട്ടന് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. അന്നത്തെ പോലെ അല്ല സുഭാഷേട്ടൻ ഇന്ന്. അപ്പൊ ഹരീഷ് പറയണ, നമ്മൾ വിഷമിക്കാതിരിക്കാൻ സുഭാഷേട്ടൻ സന്തോഷം അഭിനയിക്കുകയാണെന്നാ തോന്നുന്നത്. ഇത് കേട്ട് സുധീഷ് പറയണ, കറക്റ്റ്, സുഭാഷേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാ. ഇന്ന് രാത്രി നമ്മൾ 3 പേരും സുഭാഷേട്ടനെ നന്നായി ശ്രദ്ധിക്കണം. നികേഷ് ചോദിക്കുന്നു, രാത്രി മുഴുവനോ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, നികേഷ് നിനക്ക് സുഭാഷേട്ടനെ വേണോ വേണ്ടയോ? നികേഷ് ചോദിക്കാണ്, ഹരീഷേട്ട എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് സുഭാഷേട്ടനെ വേണ്ടേ? അപ്പൊ ഹരീഷ് പറയണേ, എങ്കിൽ പിന്നെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കണം. അപ്പൊ സുധീഷ് പറയണ, ഇവൻ പറയുന്നതിലും കാര്യമുണ്ടടാ. നമ്മൾ 3 പേരില്ലേ, 3 പേരും കൂടി ഉറങ്ങാതിരിക്കണ്ട. ഒരാള് 2-2.5 മണിക്കൂർ ഉറങ്ങാം. ഓരോരുത്തരായിട്ട് ഡ്യൂട്ടി നോക്കിയാൽ മതി. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും കുറച്ചു നേരമെങ്കിലും ഉറങ്ങാലോ. സമയം എത്രേ? ഇപ്പൊ സമയം 11. സുഭാഷേട്ടൻ എന്തായാലും 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കും. ഒരാള് 2.5 മണിക്കൂർ വെച്ച് ഉറങ്ങാതിരുന്നാ മതി. അപ്പൊ നികേഷ് പറയണം, ഐഡിയ ഒക്കെ ഓക്കെയാണ്, പക്ഷെ ആരും ഉറങ്ങാതെ ഇരിക്കും. അങ്ങനെ നികേഷ് ഉറക്കം തൂങ്ങി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, നീ ശരിയാകില്ല. ദേ, നമ്മുടെ ഹരീഷ് ഉണ്ടല്ലോ, ഹരീഷ് ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കിക്കോളും. അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെ വരട്ടെ, എന്റെ പേര് തന്നെ സുധീഷൻ ആദ്യം പറയുന്ന എനിക്ക് അറിയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, നീ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കില്ലല്ലോ, 2.5 മണിക്കൂറല്ലേ ഉറങ്ങാതിരിക്കുന്നുള്ളൂ. അതിനുശേഷം നീ എന്നെ എഴുന്നേൽപ്പിക്ക്, ഞാൻ നോക്കിക്കോളാം. നികേഷ് ചെറിയ പയ്യനല്ലേ, അവൻ കുറച്ചേരം ഉറങ്ങട്ടെ, ഏറ്റവും ഒടുവിൽ അവനെ എഴുന്നേൽപ്പിക്കാം. നേരം എടുക്കുന്നത് വരെ അവൻ നോക്കട്ടെ. ഇങ്ങനെ നമ്മൾ 3 പേരും ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കിയാൽ സുഭാഷേട്ടൻ എങ്ങോട്ടും പോകില്ല. എല്ലാവരും ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്നാൽ നമ്മുടെ ജോലിയൊക്കെ നാളെ ആര് ചെയ്യും? ഞാൻ വണ്ടി ഓടിക്കണം, ഹരീഷിന് കടയിൽ പോണം, നികേഷിന് കോളേജിൽ പോണം, ഇതെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോരുത്തരായി ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എന്തു പറയുന്നു? നികേഷ് പറയണം, നല്ല ഐഡിയ ആണ്. എന്നെ ഏറ്റവും അവസാനം വിളിച്ചാൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. സുധീഷ് പറയുന്നു, ഹരീഷേ 1:30 മണിയാകുമ്പോൾ നീ എന്നെ വിളിക്കണം. നീ അലാറം വെച്ചോ. ഇത് കേട്ട് ഹരീഷ് പറയണ, അതൊക്കെ ശരി. സുധീഷ് ഏട്ടൻ എഴുന്നേൽക്കോ ആ സമയത്ത്? അപ്പൊ സുധീഷ് പറയണ, എടാ ഞാൻ വെറുതെ കണ്ണടച്ച് കിടക്കുകയായിരിക്കും, എന്നെ വന്ന് തൊട്ടാ മതി, ഞാൻ എഴുന്നേൽക്കും, നീ ഉറങ്ങത്തില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നോക്കിക്കോളാം സുധീഷ് ഏട്ടാ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ഇവൻ ദിവസവും 2 മണി വരെ നീതുവുമായി ഫോണിൽ സംസാരിക്കുന്നതല്ലേ, ആ ധൈര്യത്തിലാ പറയുന്നത്. ശരി, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞ് ഹരീഷും നികേഷും സുധീഷിന് കൈ കൊടുക്കുകയാണ്. തുടർന്ന് സുഭാഷിന്റെ അരികിലേക്ക് കിടക്കുകയാണ് സുധീഷും നികേഷും. ഹരീഷ് കസേരയിലേക്ക് ഇരിക്കുന്നു. സുഭാഷ് കൂർക്കം വലിക്കുന്നത് കേട്ട് സുധീഷ് പറയുകയാണ്, എടാ നികേഷേ, കൂർക്കം വലിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഉറങ്ങിയോ? വിശ്വസിക്കാമോ വിശ്വസിക്കണ്ടേ? അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ഉറങ്ങാൻ നോക്ക്, 1:30 എഴുന്നേക്കേണ്ടതല്ലേ. അത് ശരിയാണെന്ന് പറഞ്ഞ് സുധീഷ് കണ്ണടച്ച് കിടക്കുകയാണ്. കണ്ണു തുറന്ന് ഹരീഷിനെ നോക്കിയിട്ട് സുധീഷ് പതിയെ പറയുന്നു, എടാ ഹരീഷേ, നോക്കിക്കോണേടാ, മറക്കാതെ എന്നെ എഴുന്നേൽപ്പിക്കണം കേട്ടോ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടനൊന്ന് ഉറങ്ങ്. ശരിയെന്ന് പറഞ്ഞ സുധീഷ് വീണ്ടും കണ്ണടച്ച് കിടക്കുന്നു. ഹരീഷ് ഉറക്കം തൂങ്ങി കസേരയിൽ ഇരിക്കുകയാണ്. നീതു എന്തായാലും ഉറങ്ങിക്കാണും, ഫോൺ സ്വിച്ച് ഓൺ ചെയ്തേക്കാന്ന് പറഞ്ഞ് ഹരീഷ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഓ, ഇതിന് ഉറക്കമില്ലേ എന്ന് പറഞ്ഞ് ഹരീഷ് അപ്പൊ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. തുടർന്ന് ഉറങ്ങാതിരിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വെള്ളം എടുത്ത് കുടിക്കുകയൊക്കെയാണ് ഹരീഷ്. കണ്ണ് അടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് മുഖം കഴുകുകയാണ്. തുടർന്ന് അവിടെ ഇരിക്കുന്ന ഒരു ഫോൺ എടുത്ത് നോക്കി ഹരീഷ് പറയുന്നു, സമയായി, 1:30 അങ്ങനെ സുധീഷിനെ തട്ടി വിളിച്ചുകൊണ്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ എഴുന്നേക്ക്, സമയായി, എഴുന്നേക്ക് സുധീഷ് ഏട്ടാ. മുഖത്തേക്ക് ടോർച്ച് അടിക്കുകയൊക്കെയാണ് ഹരീഷ്. സുധീഷ് ഉണരുന്നില്ല. മൂടി പുതച്ച് കിടന്നുകൊണ്ട് സുധീഷ് പറയുന്നു, ഫോട്ടോ ഒക്കെ നമുക്ക് പിന്നെടുക്കാം. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ 1:30 എഴുന്നേക്ക്. ഇവനെ വിളിക്കാന്ന് പറഞ്ഞ് നികേഷിനെ തട്ടി വിളിക്കുകയാണ് ഹരീഷ്. എടാ നികേഷ്, എഴുന്നേക്കടാ, ഒന്ന് പോ ഹരീഷ് ഏട്ടാന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റി മൂടി പുതച്ച് കിടക്കുകയാണ് നികേഷ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഹരീഷ് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. നികേഷിനെയും സുധീഷിനെയും മാറി മാറി തട്ടി വിളിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, സമയം 1:30 എഴുന്നേൽക്ക്. മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ട് പോലും സുധീഷ് ഉണരുന്നില്ല. തുടർന്ന് ഹരീഷ് പറയണ്, രാവിലെ 2 എണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്, ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഉറങ്ങാതിരുന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഹരീഷ് പറയുന്നു, എടാ നികേഷ്, കണ്ണൊക്കെ എരിയുന്നടാ, ഞാൻ കുറച്ചുനേരം ഉറങ്ങിക്കോട്ടെ, ഇവരെ വിശ്വസിച്ച എന്നെ പറഞ്ഞാ മതി. സുഭാഷേട്ടന് പുറത്തു പോകണമെങ്കിൽ കതക് തുറന്നല്ലേ പോകാൻ പറ്റൂ. കതക് തുറക്കാൻ പറ്റിയില്ലെങ്കിലോ? ദ്രോഹികളെന്ന് പറഞ്ഞ് പില്ലോയും പുതപ്പും ഒക്കെ എടുത്തുകൊണ്ട് ഹരീഷ് മുൻവശത്തെ വാതിലിന്റെ അരികിലേക്ക് ചെന്ന് കിടക്കുകയാണ്. കതക് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഹരീഷ് കിടക്കുന്നത്. ഒരു കാലെടുത്ത് കതകിലേക്ക് വെക്കുന്നുണ്ട്. തുടർന്ന് രാവിലെ ഉണർന്ന് ചുറ്റും നോക്കുന്ന സുഭാഷ് പറയുകയാണ്, ഹരീഷ് എവിടെ പോയി? അങ്ങനെ ഹരീഷിനെ നോക്കുന്ന സുഭാഷ് കാണുകയാണ് മുൻവശത്തെ വാതിലിന്റെ അരികിൽ വാതിലിലേക്ക് കാലൊക്കെ എടുത്തു വെച്ച് ഉറങ്ങുന്ന ഹരീഷിനെ. ഇവൻ എന്താ അവിടെ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് തട്ടി വിളിക്കുകയാണ്. എടാ ഹരീഷ്, എഴുന്നേക്കടാ, എഴുന്നേക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെ ഉണർത്താൻ ശ്രമിക്കുന്നുവെങ്കിലും ഹരീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. ഈ സമയം ഉറക്കം ഉണർന്ന നികേഷ് എഴുന്നേറ്റിരുന്ന് സുഭാഷിനെ കാണാതെ ഞെട്ടി ഭയത്തോടു കൂടി ഉറക്കം പറയുന്നു, സുധീഷിന്റെ എഴുന്നേക്ക്, സുഭാഷിനെ കാണുന്നില്ല. ഞെട്ടി ഉണർന്ന സുധീഷ് ചുറ്റും നോക്കിക്കൊണ്ട് പറയുന്നു, എവിടെ പോയിടാ സുഭാഷേട്ടൻ? വാതിലിന്റെ അരികിൽ നിൽക്കുന്ന സുഭാഷ് ഉറക്കം പറയുന്നു, എടാ ഞാൻ ഇവിടെ ഉണ്ട്. നെഞ്ചത്ത് കൈവച്ച് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷും നികേഷും. ഹരീഷിനെ തട്ടി വിളിച്ചുകൊണ്ട് സുഭാഷ്
സുഭാഷ് പറയുന്നു, എടാ എഴുന്നേക്കടാ, എടാ ഹരീഷ് ഞാനാ വിളിക്കുന്നത്, എഴുന്നേക്കാൻ. ഉറക്കത്തിൽ ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് എന്തിനാ ഇങ്ങോട്ട് വന്നത്, അകത്ത് പോയി കിടക്ക്. സുഭാഷ് പറയുന്നു, നീ ഇവിടെ വന്ന് കിടന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നോ, എടാ കഥക് തുറക്കണം, നീ എഴുന്നേറ്റ് മാറ്, സമയം എത്രയായെന്നറിയോ, 7 മണിയാവുന്നു, നേരം വെളുത്തു. ഞെട്ടി എഴുന്നേറ്റിരുന്ന് ഹരീഷ് ചോദിക്കാണ്, നേരം വെളുത്തോ? സമാധാനമായി. സുഭാഷ് എങ്ങോട്ടും പോയില്ല. സുധീഷും നികേഷും അരികിലേക്ക് വരുന്നു. നീ എന്താടാ ഇവിടെ കിടന്നുറങ്ങിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ്, ഒരാൾക്ക് 2.5 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കിടന്നുറങ്ങിയത്. 2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരാളെങ്കിലും എഴുന്നേറ്റോ? മാട് പോലെ കിടന്നുറങ്ങുകയല്ലായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് സുധീഷും നികേഷും തലയിൽ കൈവയ്ക്കുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, ഡ്യൂട്ടിയോ? ഹരീഷ് ചോദിക്കാണ്, ഞാൻ ഒരാളെ എത്ര നേരം ഉറങ്ങാതെ ഇരിക്കാൻ വയ്യാതെ ഞാൻ ഇവിടെ കിടന്നുറങ്ങി. സുഭാഷ് ചോദിക്കുന്നു, എന്താണ് ഈ പറയുന്നത്, ആർക്കാ ഡ്യൂട്ടി, എന്താ ഡ്യൂട്ടി? ഹരീഷ് പറയണ, അതൊന്നുമില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ അത് വിട്. അപ്പൊ സുഭാഷ് പറയണ, ഹരീഷ് നീ പറ, എന്ത് ഡ്യൂട്ടിയാ? നീ ഇവിടെ വന്ന് കിടന്നതിന്റെ അർത്ഥം എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? അത് സുഭാഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണ, നീ മിണ്ടരുത്, സുഭാഷ് ഏട്ടൻ അറിയാൻ പാടില്ല. ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാ അവനെ തടയുന്നത്, പറയടാ. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, അന്ന് ഞങ്ങള് ഉറങ്ങിയ സമയത്ത് സുഭാഷ് ഏട്ടൻ ഇറങ്ങിപ്പോയില്ലേ, അതേപോലെ സുഭാഷ് ഏട്ടൻ പോകാതിരിക്കാൻ ഒരാള് 2.5 മണിക്കൂർ ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ നോക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഇത് കേട്ട് സുഭാഷ് ചോദിക്കാണ്, ഓ ഇതാണോ നിങ്ങളുടെ ഡ്യൂട്ടി? അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, ഒരാൾക്ക് 2.5 മണിക്കൂറായിരുന്നു ഡ്യൂട്ടി. അപ്പൊ ഹരീഷ് പറയുന്നു, അതെ വാ കൊണ്ട് പറയാൻ എന്താ ഉത്സാഹം, 2.5 മണിക്കൂർ പോയിട്ട് 2 നിമിഷമെങ്കിലും സുധീഷ് ഏട്ടൻ ഉറങ്ങാതിരുന്നോ? ഐഡിയ ഒക്കെ തന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ ചെന്നപ്പോൾ എഴുന്നേൽക്കണ്ടേ? ഇപ്പൊ ഒന്ന് സംസാരിക്കുന്നത് കേട്ടില്ല. ഞാൻ എത്ര നേരം ഉണർന്നിരിക്കുക, കണ്ണ് തനിയെ അടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് കിടന്നു. 2 എണ്ണവും കഴുതകളെ പോലെ കിടന്നുറങ്ങുകയല്ലായിരുന്നു. കഴുത ഇങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ആർക്കറിയാനാ, രാത്രിയെല്ലാം ഉറങ്ങാതെ ഇരുന്നല്ലേ അവൻ പറയുന്നത്, നീ കാര്യമാക്കണ്ട. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ വഴി വേണ്ടേ പോകാന്, അതുകൊണ്ടാ ഇവിടെ വന്ന് കിടന്ന്. അപ്പൊ സുധീഷ് ചോദിക്കണ, നമ്മുടെ വീടിന് ഒരു വാതിലേ ഉള്ളോ, 2 വാതിലില്ലേ? നീ ഇവിടെ കിടക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പിൻവശത്തെ വാതിലിലൂടെ പുറത്തു പോയെങ്കിലോ, അതേക്കുറിച്ച് നീ ചിന്തിച്ചില്ലേ? അപ്പൊ ഹരീഷ് പറയണ, എന്നെ ഞാൻ 2 ആക്കി അവിടെയൊന്നും ഇവിടെയൊന്നും വെക്കേണ്ടതായിരുന്നു. എഴുന്നേറ്റിരുന്ന് നോക്കുകയില്ല, എന്നിട്ട് കുറവ് പറയുന്നത് കണ്ടില്ലേ, കുറ്റപ്പെടുത്താൻ എന്താ മെടുക്ക്. സുഭാഷ് പറയുന്നു, നീ എഴുന്നേക്കടാ, ഞാൻ അങ്ങനെയൊന്നും എങ്ങോട്ടും പോകില്ല. ഇത് കേട്ട് ഹരീഷ് പറയണ, ഇങ്ങനെയൊക്കെ പറയും, സുഭാഷ് ഏട്ടനെ വിശ്വസിച്ച് ഞങ്ങൾ ഉറങ്ങും, ഞങ്ങൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം സുഭാഷ് ഏട്ടൻ ഇറങ്ങിപ്പോകും. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയല്ലടാ, ഇപ്പൊ ഞാൻ എങ്ങനെ പോവുക? ഇത് കേട്ട് സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നികേഷും. ഹരീഷ് പറയണ, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു സുഭാഷ് ഏട്ടാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ സുഭാഷ് പറയണ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വിഷമിച്ചിരിക്കുകയൊന്നുമല്ല, പേടിക്കണ്ട, ഇനി ഞാൻ അങ്ങനെയൊന്നും പോകില്ല. ഞാനിപ്പോ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്, എനിക്ക് ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ഓരോന്നാലോചിച്ച് ഉറക്കം കളയണ്ട, പോയി മുഖം കഴുകിയിട്ട് വാ, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി നികേഷിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്